മുൻ കേന്ദ്രമന്ത്രി, ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായി ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന പ്രൊഫസർ കെ.വി. തോമസ് ഉണ്ട് നമ്മോടൊപ്പം ടെലിഫോണിൽ. പ്രൊഫസർ കെ.വി. തോമസ്, താങ്കൾ നേരിട്ട് കണ്ടിട്ടുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി. അദ്ദേഹത്തെ കാണുന്ന സമയത്ത് താങ്കൾ അന്ന് ഒരു ശ്രീബുദ്ധന്റെ പ്രതിമയടക്കം അദ്ദേഹത്തിന് നൽകിയതുമാണ്. എങ്ങനെയാണ് ആ കൂടിക്കാഴ്ചയുടെ ഓർമ്മകൾ? അദ്ദേഹത്തെ താങ്കൾ എങ്ങനെയാണ് ഓർക്കുന്നത്? ഫ്രാൻസിസ് മാർപ്പാപ്പയെ പല പ്രാവശ്യം എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. അദ്ദേഹത്തെ അറിയുന്നത് ലളിതമായ ജീവിതം കൊണ്ടും ലാളിത്യം കൊണ്ടും അതോടൊപ്പം പാവപ്പെട്ടവരുടെ സ്നേഹം കൊണ്ടും ഒരു നല്ല മനുഷ്യനായിട്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെ കണ്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഞാൻ ഇന്ന് ഓർക്കുന്നത്, 2013 ഭക്ഷ്യസുരക്ഷാ നിയമം പാസാക്കിയതിനു ശേഷം റോമിലെ FAOയിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാനും പ്രഗത്ഭനായ കാർഷിക ശാസ്ത്രജ്ഞൻ സ്വാമിനാഥനും ഒരുമിച്ച് എൻ്റെ ഭാര്യ ഷെർലി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ചു പോയി. ഞങ്ങളെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വെച്ചാണ് പിതാവ് സ്വീകരിക്കുന്നത്. അന്ന് അദ്ദേഹത്തിന് ഈ ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ ഒരു കോപ്പി കൊടുത്തു. ശ്രീബുദ്ധന്റെ ഒരു പ്രതിമ കൊടുത്തു. ഞങ്ങളോട് ചോദിച്ചത് എങ്ങനെയാണ് നടപ്പിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും വലിയ രാജ്യത്തെ പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം അത് കൃത്യമായി കൊടുക്കുന്ന നിയമം വരുന്നു, അത് നിയമം കൂടെ കൊടുക്കുന്നു, അത് അർഹത മാറുന്നു എന്ന് അദ്ദേഹം വലിയ സന്തോഷമായി. അദ്ദേഹത്തിന് കേരളത്തിലും ഡൽഹിയിലും ഇന്ത്യയിലും വരണം എന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. ഇന്ത്യയോടൊക്കെ സ്നേഹം കാണിച്ചതാണ്. പല പ്രാവശ്യം അദ്ദേഹത്തെ അവരോടൊക്കെ അദ്ദേഹം പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നു. നല്ല സ്നേഹമുള്ളൊരു പിതാവ്. ആ പിതാവ് പോകുന്നത് തന്നെ യേശുവിന്റെ ഉത്ഥാനത്തിനോടൊപ്പം തന്നെ തന്റെ പിതാവിന്റെ വാസസ്ഥലത്തേക്കാണ് അദ്ദേഹം പോകുന്നത്. ഒരു വിശുദ്ധനായ ഒരു പിതാവായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. പ്രൊഫസർ കെ.വി. തോമസ്, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അദ്ദേഹം ഒരുപക്ഷെ ഇന്ത്യയിലേക്ക് എന്നുള്ള തരത്തിലൊക്കെ നേരത്തെ ആ അസുഖബാധനായ ആശുപത്രിയിലേക്ക് പോകുന്നതിന് മുൻപൊക്കെ റിപ്പോർട്ടുകളൊക്കെ വന്നതായിരുന്നുവല്ലോ, പക്ഷെ അതുണ്ടായില്ല. ഈ കൂടിക്കാഴ്ചയിലൊക്കെ അത്തരമൊരു ആഗ്രഹം അദ്ദേഹത്തിനുള്ളതായി തോന്നിയിരുന്നു പ്രൊഫസർ കെ.വി. തോമസ്? എന്നോട് മാത്രമല്ല, ഇവിടുന്ന് പോയിട്ടുള്ള നമ്മുടെ കർദിനാളന്മാരോടും മെത്രാപ്പോലീത്തമാരോടും ഒക്കെ പറഞ്ഞു എനിക്ക് വരണം, എനിക്ക് ഡൽഹിക്ക്. അതുമാത്രം അദ്ദേഹം പലപ്പോഴും പാകിസ്ഥാനിൽ പോയതാണ്, നമ്മുടെ ശ്രീലങ്കയിൽ പോയതാണ്, ബംഗ്ലാദേശിൽ പോയതാണ്. അങ്ങനെ ഇന്ത്യക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളിൽ പോയപ്പോൾ അദ്ദേഹം ഇന്ത്യയിൽ വരാൻ കഴിഞ്ഞില്ല എന്നത് അദ്ദേഹത്തിന്റെ ദുഃഖവും വേദനയുമായിരുന്നു. പക്ഷേ അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ടായത് എക്കാലത്തും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയായിരുന്നു, നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു.